ഹലോ മൈ ഫ്രണ്ട്സ്, ലെസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എന്താണെന്നോ, നമ്മുടെ സ്കിന്നിൽ ഈ അധികമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന മെലാനിനെ എങ്ങനെ നമുക്ക് നാച്ചുറലായിട്ട് അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. അപ്പം മെലാനിൻ എന്ന് പറയുന്ന മെലാനിൻ പിഗ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരത്തിനും മുടിക്കും എല്ലാം സ്കിന്നിനും ഹെയറിനും എല്ലാം കളറ് നൽകുന്ന പിഗ്മെൻ്റാണ് മെലാനിൻ പിഗ്മെൻ്റ്. അത് നമുക്ക് ആവശ്യമാണ്. പക്ഷേ ഇത് ചില സമയങ്ങളിൽ ഇതിൻ്റെ ഇത് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കും. അതായത് നമ്മൾ അധികം വെയിൽ കൊള്ളുക, പിന്നെ നമുക്ക് അധികം അസുഖങ്ങൾ, ഇൻഫ്ലമേഷൻ സ്കിന്നിൽ വരിക, പിന്നെ ഏജിങ് ആവുമ്പോഴും വരും. പിന്നെ എല്ലാത്തിലുപരി ഹോർമോണിൻ്റെ ചേഞ്ചസ്. അതുകൊണ്ടാണ് ഈ ഗർഭിണികൾക്കൊക്കെ ഇത് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഹോർമോണിൻ്റെ ചേഞ്ചസ് മൂലമല്ല ഇത് പ്രത്യക്ഷപ്പെടും. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നന്മയ്ക്കായിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ സൂര്യപ്രകാശത്തെ മൂലം നമ്മുടെ സെൽസൊക്കെ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ മെലാനിൻ പിഗ്മെൻ്റ് അവിടെ കൊണ്ട് അധികം സ്റ്റോർ ചെയ്യണത്. അതിനകത്ത് നമ്മുടെ സെൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് അതങ്ങനെ ചെയ്യണത്. പക്ഷേ നമുക്കത് കാണുമ്പോൾ അതൊരു അഭംഗിയായിട്ടും അൺഇവൻ സ്കിന്നായിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് നാച്ചുറലായിട്ട് കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ പോസ്റ്റ് ഇട്ട. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പാരമ്പര്യമായിട്ട് ഇതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിത് വരും. അപ്പോൾ ഈ പാരമ്പര്യമായിട്ട് അമ്മയുടെ അമ്മയ്ക്കോ അങ്ങനെയൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് ഇതാദ്യമേ ശ്രദ്ധിക്കണം. അതായത് ഇത് വരാതിരിക്കാൻ ചെറുപ്പം മുതലേ ഒരു 10-20 വയസ്സ് മുതലേ ഇത് നമ്മുടെ ഒരു 35-40 വയസ്സൊക്കെ ആകുമ്പോഴത്തേന് ഇത് നമുക്ക് വരും എന്ന് ഉണ്ട്. നമുക്ക് എങ്ങനെയായാലും ഇത് വന്നിരിക്കും. അപ്പോൾ അത് വരാതിരിക്കാനായിട്ടും നമുക്ക് ഈ മെലാനിൻ പിഗ്മെന്റിനെ കൺട്രോൾ ചെയ്യാം. നാച്ചുറലായിട്ട് കൺട്രോൾ ചെയ്ത് ഇങ്ങനെ നിർത്തി കൊണ്ടുപോകാം കേട്ടോ. ഇനി വന്നവരെ സംബന്ധിച്ച് നമുക്കത് കൂടുതലായിട്ട് ബ്ലാക്കിഷ് ആവാതിരിക്കാനും കൂടുതലായിട്ട് അത് വിസിബിളായിട്ടിരിക്കാതിരിക്കുന്നതിനും നമുക്കിങ്ങനെയുള്ള നാച്ചുറൽ കൺട്രോൾ ഉപയോഗിക്കാം. ഓക്കെ. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ലെമൺ തന്നെയാണ്. ചെറുനാരങ്ങ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, നല്ല ബ്ലീച്ചിങ് ഏജൻ്റാണ്, ആൻറ്റി ബാക്ടീരിയലാണ്, ആൻറ്റി ഫംഗലാണ് എന്ന് വേണ്ട നമ്മുടെ മിക്ക പ്രശ്നങ്ങൾക്കും, സ്കിന്നിൽ വരുന്ന മിക്ക പ്രശ്നങ്ങൾക്കും ഈ ലെമൺ ജ്യൂസ് നല്ലതാണ്. അപ്പോൾ ചിലവരെ സംബന്ധിച്ച് എനിക്ക് കമൻറ്റ് ബോക്സിൽ വരാറുണ്ട് കേട്ടോ, ലെമൺ ജ്യൂസ് അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ഒത്തിരി അലർജി, പുകച്ചില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നേ. അപ്പോൾ നിങ്ങൾ അത് എന്തിലെങ്കിലും മിക്സ് ചെയ്ത് ഉപയോഗിച്ചോളൂ. വെള്ളത്തിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ജ്യൂസിലോ ഒക്കെ നിങ്ങൾക്ക് മിക്സ് ചെയ്ത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഈ ഭാഗങ്ങളിൽ നമുക്കിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ മെലാനിൻ പിഗ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതാണ് ആദ്യത്തെ എനിക്ക് പറയാനുള്ളത്. രണ്ടാമതായിട്ട് ടൊമാറ്റോ സംബന്ധിച്ച് ഞാൻ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ലൈക്കോബിയൻ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ സൺ ഡാമേജിനെ തടുക്കുന്നതിന്, റെഡ്യൂസ് ചെയ്യുന്നതിന് വളരെ നല്ല ഒന്നാണ് ടൊമാറ്റോ ജ്യൂസ്. അപ്പോൾ ടൊമാറ്റോ ജ്യൂസും നമുക്ക് ഇതുപോലെ ഇതിനായിട്ട് ജ്യൂസായിട്ടോ അല്ലെ എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്തോ വെറുതെ ഒരു ടൊമാറ്റോ മുറിച്ച് ആ ഭാഗങ്ങളിലൊക്കെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്താലും നമുക്ക് ഈ ഗുണം കിട്ടും. ഓക്കെ, അതാണ് ടൊമാറ്റോനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. പിന്നെ അടുത്തതായിട്ട് ഉരുളക്കിഴങ്ങ് എന്ന് പറയുമ്പോൾ ആസ്ലൈക് ആസിഡ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഹൈപ്പർ പിഗ്മെൻറ്റേഷന് ഉള്ളവർക്ക് ഏറ്റവും നല്ലതാണ് ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ്. അപ്പോൾ നാച്ചുറലായിട്ട് നമുക്ക് ഈ പിഗ്മെൻറ്റിനെ മെലാനിൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പൊട്ടറ്റോ ജ്യൂസും ഉപയോഗിക്കാം. ഓക്കെ, പൊട്ടറ്റോ ജ്യൂസും നല്ലൊരു റെമഡി ആയിട്ട് ഇതിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അടുത്തതായിട്ട് ഓട്സാണ്. ഓട്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നല്ല ഒന്നാന്തരം എക്സ്ഫോലിയേഷനാണ്. അതുപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. അപ്പോൾ ഇങ്ങനെ ഇൻഫ്ലമേഷൻ മൂലം നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന ഈ മെലാനിൻ അധികമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിനെ കൺട്രോൾ ചെയ്യുന്നതിന് ഓട്സ് നല്ലതാണ്. അപ്പോൾ ഈ ഓട്സ് നമുക്ക് ഏതിലെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ ജ്യൂസുകളിലൊക്കെ നമുക്ക് മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. ഓട്സ് വേവിച്ചോ വേവിക്കാതെയോ പൗഡറായിട്ടോ എങ്ങനെ വേണമെങ്കിലും ഓട്സ് നമുക്ക് ഉപയോഗിക്കാം. മാത്രമല്ല ഓട്സ് ഉപയോഗിച്ച് കഴിയുമ്പോൾ എക്സ്ഫോലിയേഷൻ ആണല്ലോ, അപ്പോൾ നമ്മുടെ ആ ഡെഡ് സ്കിൻ, വല്ലാണ്ട് കറുത്ത ഡെഡ് സ്കിൻ പോകുന്നതിന് നല്ലതാണ് കേട്ടോ ഓട്സ്. ഇത് നമുക്കിങ്ങനെ തുടക്കക്കാർക്ക് ഇത് വളരെ എഫക്റ്റീവാണ് കേട്ടോ. ഇപ്പോൾ ചിലവർ നമ്മളെ സംബന്ധിച്ച് നമ്മളൊക്കെ ഇതെല്ലാം
എല്ലാവരും അയ്യോ മുഖത്ത് എന്ത് പറ്റി കറുത്തു പോയല്ലോ എന്ന് പറയുമ്പോഴാണ് നമ്മളിത് നോട്ടീസ് ചെയ്യുന്നത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ വക കാര്യങ്ങൾ നമ്മൾ തുടക്കത്തിലേ നമ്മൾ അതിനൊരു തടയിട്ടില്ലെങ്കിൽ പിന്നെ ഇത് കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് മാറാൻ. അതിന് യാതൊരു സംശയവുമില്ല. നമുക്ക് അതിനൊന്ന് സപ്രസ് ചെയ്ത് വെക്കാന്നല്ലാണ്ട് കംപ്ലീറ്റ് അത് ക്യൂറാവുന്ന ഇത് വളരെ ഇപ്പം ഗർഭിണികളെ സംബന്ധിച്ച് വരുന്നൊക്കെ പോവേ അത് ആ ഒരു ഹോർമോൺ ചേഞ്ചസിലാണല്ലോ അവർക്ക് വരുന്നത്. ഗ്രാജ്വലി അവർക്കത് ശരിയായിക്കോളും. അല്ലാത്തവരെ സംബന്ധിച്ച് ഇത് വരാതിരിക്കാനുള്ള വഴികളാണ്, റെമഡീസാണ് നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിച്ച് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ വരുന്നത് കുക്കുംബർ ജ്യൂസാണ്. കുക്കുംബർ ജ്യൂസ് സിലിക്ക ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇതും നമ്മുടെ ഡാർക്ക് കളറിന് സ്കിന്നിലും കൺതടങ്ങളിലെ മുഖത്തും ഒക്കെ വരുന്ന ഡാർക്ക് കളറിന് കറുത്ത നിറവ്യത്യാസങ്ങളും ഒക്കെ പോകുന്നതിനും ഈ കുക്കുംബർ ജ്യൂസും നമുക്ക് ഒരു റെമഡി ആയിട്ട് ഉപയോഗിക്കാം. ഓക്കെ. പിന്നെ വരുന്നത് അലോവേറയാണ്. അലോവേറ എല്ലാവർക്കും ചിലവർക്കൊക്കെ അലർജി ഉണ്ട് കേട്ടോ, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. പക്ഷെ വളരെ നല്ല കൂളിംഗ് ആണ്. അതുപോലെ തന്നെ ധാരാളം ആൻറ്റി ഓക്സിഡൻസ്, വൈറ്റമിൻ എ, വൈറ്റമിൻ സി ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ നല്ല മെലാനിനെ ഉൽപ്പാദിപ്പിക്കുന്നതിനും എല്ലാത്തിനും ഈ അലോവേറ നല്ലതാണ്. അലോവേറ ജെല്ല് വേറൊന്നും ചേർക്കാത്തത് കേട്ടോ, പ്ലെയിൻ ജെല്ല്. ഇപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് അലോവേറ ജെല്ലും ഇതിനായിട്ട് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ കാലാകാലങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒന്നാണ് മഞ്ഞൾ അല്ലേ. അപ്പം എല്ലാവർക്കും അറിയാം. നമ്മൾ ഈ തമിഴ്നാട്ടുകാരെയൊക്കെ നമ്മളിങ്ങനെ കളിയാക്കാറുണ്ട്, അവരുടെ മുഖം എപ്പോഴും മഞ്ഞളിട്ട് അവർ നടക്കുന്നു. പക്ഷെ അതിൻ്റെയൊക്കെ ഒരു റീസൺ ഇതാണ്, അവർക്ക് അവിടെ ഭയങ്കര വെയിലാണല്ലോ, ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ തിളയ്ക്കുന്ന വെയിലാണ് അവർക്ക്. അപ്പോൾ അതിൽ നിന്നുള്ള ആ ഒരു പ്രൊട്ടക്ഷനാണ് ഈ മഞ്ഞൾ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. നമ്മളെ കേരളത്തെ സംബന്ധിച്ച് നമുക്ക് അത്ര വലിയ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, പക്ഷേ ഇപ്പോൾ നമുക്ക് നല്ല വെയിലാണ്. അപ്പം നമ്മളും ഇപ്പോൾ പിന്നെ മഞ്ഞളൊക്കെ അരച്ച് തേച്ച് കുളിക്കേണ്ട ഒരു അവസ്ഥയിലൊക്കെ നീങ്ങിയിരിക്കുകയാണ് കേട്ടോ. പിന്നെ അതും കുക്കുമിനാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ളത്. പിന്നെ ആൻറ്റി ഓക്സിഡൻസ് ധാരാളമുണ്ട്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, ആൻറ്റി ബാക്ടീരിയലാണ്, അങ്ങനെ ഒത്തിരി ഗുണങ്ങൾ മഞ്ഞളിലുണ്ട്. പിന്നെ ഗ്രീൻ ടീ ആണ്. ഗ്രീൻ ടീ നമ്മൾ ധാരാളം കുടിക്കുന്നതും നല്ലതാണ്. ഈ ഭാഗങ്ങളിൽ നമുക്ക് അപ്ലൈ ചെയ്യണതും വളരെ നല്ലതാണ്. പിന്നെ ഫുഡ് ഒത്തിരി പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ഇലക്കറികളും ഒക്കെ നമ്മൾ കഴിക്കണം. പഴങ്ങളെന്ന് പറയുമ്പോൾ ടൊമാറ്റോ നല്ലതാണ്, പപ്പായ നല്ലതാണ്, കിവി, അതുപോലെ തണ്ണിമത്തൻ, ഇങ്ങനെയുള്ള ഓരോ സീസണിൽ ഇത് വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കിതൊക്കെ വാങ്ങി ധാരാളമായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കണേ. പിന്നെ നിങ്ങൾ റെഗുലറായിട്ട് വെയിലത്ത് ഉള്ള ഒരു ജോലിക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും സൺസ്ക്രീൻ ഉപയോഗിച്ചോളൂ. സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ ഒരു 3-4 മണിക്കൂറേ ഉള്ളൂ നമ്മൾ ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാലുള്ള അതിൻ്റെ ഒരു അത്രയേ അത് ലാസ്റ്റ് ചെയ്യുള്ളൂ. അപ്പം നിങ്ങളെ സംബന്ധിച്ച് ത്രൂ ഔട്ട് വെയിലത്ത് നിൽക്കുന്നവർ 2-3 പ്രാവശ്യമൊക്കെ ഇടേണ്ട വരും കേട്ടോ. അല്ലാതെ ഇപ്പോൾ വീട്ടിലിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ നമുക്കൊരു പ്രാവശ്യം ഇട്ടാൽ മതി, അത് ഓക്കെയാണ്. അപ്പോൾ ഇങ്ങനെ സൺസ്ക്രീനും ഇങ്ങനെ പ്രശ്നമുള്ളവർ തീർച്ചയായിട്ടും ഉപയോഗിച്ചേ പറ്റൂ കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നാച്ചുറലായിട്ട് എങ്ങനെ നമുക്ക് ഈ മെലാനിനെ നമുക്ക് എങ്ങനെ എന്താ പറയണേ കുറയ്ക്കാം, മെലാനിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാം, കൺട്രോൾ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. അപ്പോൾ എന്നെ വായിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനെല്ലാം ഷെയറും ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.